ലെൻസ്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദിനംതോറും വർദ്ധിക്കുകയാണ്. നക്സലൈറ്റുകളും തീവ്രവാദികളും ഗുണ്ടകളും മാത്രം ചെയ്തിരുന്ന അക്രമങ്ങൾ ഇന്ന് സാധാരണ മനുഷ്യരും അനായാസം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. മനുഷ്യരുടെ സ്വകാര്യതയിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള സാങ്കേതിക വശങ്ങൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് വരെ അറിയാം. യൂട്യൂബും ഫേസ്ബുക്കും വിരൽത്തുമ്പിലായതോടെ നല്ലതും ചീത്തയും ഒരേപോലെ ഏവർക്കും ആസ്വദിക്കാം. ഇന്റർനെറ്റ് ചിലർ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലർ അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു. എന്നെ അറിന്താൻ എന്ന അജിത് സിനിമയിലൂടെ സുപരിചിതനായ ജയപ്രകാശ് രാധാകൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച ലെൻസ് കാലിക പ്രസക്തിയുള്ളതും ഗൗരവമുള്ളതുമായ ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. ലെൻസിലെ സുപ്രധാന കഥാപാത്രങ്ങളിൽ ഒരെണ്ണം അവതരിപ്പിക്കുന്നതും ജയപ്രകാശാണ്. ആനന്ദ് സ്വാമി എന്ന പുതുമുഖ നടനാണ് പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രമായി അഭിനയിക്കുന്നത്. നമ്മളിൽ ചിലരെങ്കിലും ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കുറ്റകൃത്യങ്ങളിലൊന്നാണ് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ കുറ്റബോധം തോന്നിപ്പിക്കുന്ന രീതിയിൽ ലെൻസിലൂടെ കാണിച്ചു തരുന്നത്. You are going to commit suicide and you want me to watch it live? മറ്റൊരാളുടെ ജീവിതം അറിഞ്ഞോ അറിയാതെയോ നമ്മളാൽ മുറിവേറ്റു എന്നറിയുമ്പോൾ തോന്നുന്ന കുറ്റബോധങ്ങളിലൂടെ തെറ്റ് ചെയ്യാതിരിക്കുവാൻ ഒരാളെങ്കിലും ശ്രമിച്ചുവെങ്കിൽ അതായിരിക്കും ഇത്തരത്തിലുള്ള സിനിമയുടെ വിജയം. സമീപകാലത്ത് കണ്ട സിനിമകളിൽ ഇത്രയും ആഴത്തിൽ പ്രേക്ഷകരുടെ മനസ്സിനെ സ്വാധീനിച്ച പ്രമേയമുള്ള മറ്റൊരു സിനിമയും ഇന്ത്യൻ ഭാഷയിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഓരോ സിനിമയും പ്രേക്ഷകരോട് സംവാദിക്കുന്ന ഓരോ വിഷയങ്ങളുണ്ട്. ചില തിരക്കഥാ രചയിതാക്കൾ അവ പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഉപദേശങ്ങളിലൂടെ ഒന്നിൽ കൂടുതൽ സന്ദേശങ്ങൾ നൽകാൻ ശ്രമിക്കും. ലെൻസ് സിനിമ കണ്ട ഓരോരുത്തരുടെയും മനസ്സിൽ കുറ്റബോധം ജനിപ്പിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ എഴുതുകയും അതിലൂടെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുമാണ് ജയപ്രകാശ് രാധാകൃഷ്ണൻ ചെയ്തത്. ഏച്ചുകെട്ടലുകളില്ലാത്ത കഥാസന്ദർഭങ്ങളിലൂടെ വികസിക്കുന്ന ഈ സിനിമയിൽ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളോ സംഭാഷണങ്ങളോ ഇല്ല. രണ്ടാം പകുതിയിൽ യോഹന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ നൊമ്പരമുണർത്തുന്ന രീതിയിലായിരുന്നു. അനാവശ്യമായി കഥാസന്ദർഭമോ സംഭാഷണമോ ഇല്ല. കൃത്യമായി ഒരുക്കിയ തിരക്കഥയാണ് ഈ സിനിമയുടേത്. ഓരോ കഥയും അവതരിപ്പിക്കേണ്ട താളത്തിൽ അവതരിപ്പിച്ചില്ല എങ്കിൽ അവയ്ക്കുണ്ടാവുന്ന തോന്നലുകളും വേറെയാവും. ക്യാമറ ഗിമ്മിങ്സുകളും രംഗങ്ങളും കോർത്തിണക്കങ്ങളും ഗ്രാഫിക്സും കൃത്രിമത്വം തോന്നിപ്പിക്കുന്ന ലൈറ്റുകളും ഉപയോഗിച്ച് ത്രസിപ്പിക്കുന്ന വേഗതയിൽ ഈ സിനിമ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ പ്രേക്ഷകർ കണ്ടുമറക്കാവുന്ന ഒരു ത്രില്ലർ സിനിമയായി മാറുമായിരുന്നു ലെൻസ്. പതിഞ്ഞ താളത്തിൽ റിയലിസ്റ്റിക്കായ അവതരണ ശൈലിയിൽ നല്ല അഭിനയ മുഹൂർത്തങ്ങളാൽ അവതരിപ്പിക്കപ്പെട്ട ഈ സിനിമയിലൂടെ മികച്ചൊരു സന്ദേശം സമൂഹത്തിന് നൽകുവാൻ സംവിധായകന് സാധിച്ചു. സാമ്പത്തിക വിജയം നേടാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമ സധൈര്യം വിതരണത്തിലെത്തിച്ച ലാൽ ജോസിനും അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ സിനിമ. സുബ്രഹ്മണ്യപുരം സിനിമയുടെ ഛായാഗ്രാഹകനായി പ്രവർത്തിച്ച SR കതിറാണ് ലെൻസിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. ആദ്യ പകുതിയിലൂടെ ഭൂരിഭാഗം രംഗങ്ങളിലും രണ്ടും മുറിക്കുള്ളിലായി നടക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. റിയലിസ്റ്റിക്കായി ചിത്രീകരിക്കുന്നു എന്നതിലുപരി മികച്ച ദൃശ്യങ്ങളുള്ള സാധ്യതകൾ ഒന്നുമില്ലാത്ത കഥാസന്ദർഭങ്ങളായിരുന്നു ആദ്യ പകുതിയിൽ. സിനിമയുടെ രണ്ടാം പകുതിയിൽ രംഗങ്ങൾ കൊടൈക്കനാലിന്റെ ദൃശ്യഭംഗിയാൽ സമ്പന്നമാണ്. കഥാവസാനം വീണ്ടും 4 ഭിത്തികൾക്കുള്ളിൽ ക്യാമറ ചെന്നെത്തുന്നു. കഥയാവശ്യപ്പെടുന്ന ഭീതി നൽകുവാൻ ഛായാഗ്രഹകന് കഴിഞ്ഞു. ജൈനുൽ അബിദിൻ, ഗൗഗിൻ എന്നിവരാണ് ഈ സിനിമയുടെ രംഗങ്ങൾ കോർത്തിണക്കിയത്. പുതുമകൾ ഒന്നുമില്ലാതെ കോർത്തിണക്കിയ പതിഞ്ഞ താളത്തിൽ തന്നെ പറഞ്ഞുപോകുന്ന രംഗങ്ങളാണ് ഈ സിനിമയുടേത്. VR രമേശിന്റെ കലാസംവിധാനം മികവുറ്റതായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങളിലെ ബാത്റൂമിലെ അന്തരീക്ഷം മികവ് പുലർത്തി. സിദ്ധാർത്ഥ് വിപിന്റെ പശ്ചാത്തല സംഗീതം രംഗങ്ങളോട് ചേർന്ന് പോകുന്നവയാണ് എന്നതിലുപരി മറ്റൊരു സവിശേഷതയുമില്ല. ജയപ്രകാശ് രാധാകൃഷ്ണൻ അരവിന്ദ് എന്ന കഥാപാത്രമായി മികച്ച അഭിനയം കാഴ്ചവെച്ചു. യോഹൻ എന്ന പ്രതിനായക വേഷത്തിൽ തന്മയത്വത്തോടെ പുതുമുഖം ആനന്ദ് സ്വാമി അവതരിപ്പിച്ചു. 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ വൈകാരികമായ പല തലങ്ങളിലേക്ക് പോകുന്നുവെങ്കിലും അവയെല്ലാം കൃത്രിമത്വമില്ലാതെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ ഇരുവർക്കും സാധിച്ചു. ഭയ്യ ഭയ്യ എന്ന സിനിമയിൽ അഭിനയിച്ച വിനീത് ലാലാണ് ഈ സിനിമയിലെ ഊമയായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നവയുഗ തലമുറ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ലെൻസ്. Why are you doing this to me?